Hi friends, good morning to all. Very warm welcome to another episode of Vidya Tech Learn. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബോസ് വേഴ്സസ് ലീഡർഷിപ്പാണ്. അല്ലെങ്കിൽ ഒരു ബോസ് എന്ന കൺസെപ്റ്റും ലീഡർഷിപ്പ് എന്ന കൺസെപ്റ്റും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് നമ്മൾ ഇഫ് വി ആർ എ മാനേജർ വി ക്യാൻ അഡോപ്റ്റ് ടു മെത്തേഡ്. either we can be a boss or a team leader. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, സാധാരണ നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ബോസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ മെത്തേഡ് ഫോളോഡ് ബൈ എ ബോസ് മീൻസ് ഹി ഓർ ഷീ മാനേജ് ദെയർ എംപ്ലോയീസ് ആൻഡ് മോണിറ്റർ ദെയർ പെർഫോമൻസ് ആൻഡ് he just command them, go and get business or go and get your duties. ഈ രീതിയിലേക്കാണ് ഒരു ബോസ് സാധാരണയായിട്ട് ഇടപെടാറ്, അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസുമായിട്ട് ഇടപെടാറ്. ഈസ് നോട്ട് കീപ്പിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് എംപ്ലോയീസ് ഓർ സബോർഡിനേറ്റ്സ്. അത് രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു ബോസ് കൃത്യമായിട്ട് ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഡ്യൂട്ടിയുടെ നാച്ചുർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അയാളുടെ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരെ ഭരിക്കുക, അല്ലെങ്കിൽ അവരുടെ വർക്കൊക്കെ വളരെ കുറച്ചും കൂടി ഒരു ബോൾഡായി നിന്ന് മാനേജ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോ ആൻഡ് ഗെറ്റ് ബിസിനസ് എന്നാണ്. പോയി ബിസിനസ് എടുത്തുകൊണ്ട് വരൂ, അല്ലെങ്കിൽ പോയി ബിസിനസ് പിടിച്ചുകൊണ്ട് വരൂ. ഈ ഒരു കോൺസെപ്റ്റാണ് ബോസ് എന്നുള്ള കോൺസെപ്റ്റ്. വൈൽ എ ടീം ലീഡർ, അല്ലെങ്കിൽ ഒരു ടീം ലീഡർ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് ബിസിനസ് എന്നാണ്. നമുക്ക് ഒരുമിച്ച് പോകാം, അതേപോലെ ബിസിനസ് ഒരുമിച്ച് കൊണ്ടുവരാം. ദിസ് ഈസ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബോസ് ആൻഡ് ടീം ലീഡർ ഓർ എ ലീഡർ. ലീഡർ കൃത്യമായിട്ട് ഹീസ് കീപ്പിംഗ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഓർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് എംപ്ലോയീസ്, ഈസ് നോയിങ് ദ വീക്ക് പോയിന്റ് ആൻഡ് ദ സ്ട്രെങ്ത്നെസ് ഓഫ് ഈച്ച് എംപ്ലോയീസ്. അതേപോലെ തന്നെ ഹീ നോ ഹൗ ടു ഇംപ്രൂവ്, ഹൗ ടു ട്രെയിൻ, ഹൗ ടു മോട്ടിവേറ്റ്, ഹൗ ടു ഇൻസ്പയർ ഹിസ് എംപ്ലോയീസ്. ഇതാണ് മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സാധാരണ കുറച്ചും കൂടി ഒരു ബോസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മളൊരു നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം മസില് പിടുത്തമുള്ള ഒരു തരം ഒരു കോൺസെപ്റ്റ്. അതേസമയത്ത് ടീം മാനേജർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടീം ലീഡർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫ്രണ്ട്ലി കോൺസെപ്റ്റാണ്. അതിൽ കൂടുതലായിട്ട് കൃത്യമായിട്ട് വരുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ഈച്ച് എംപ്ലോയീസ്. ഓരോ എംപ്ലോയീസുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് എന്താണ് ആ എംപ്ലോയിയുടെ സ്ട്രെങ്ത്, എന്താണ് അയാളുടെ പേഴ്സണൽ വീക്ക്നെസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പേഴ്സണൽ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അസെറ്റ് എംപ്ലോയിയെ ഇൻസ്പയർ ചെയ്യലും അതേപോലെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും ആ ഒരു പേഴ്സണൽ സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരും. വീക്ക്നെസ്സിനെ ഓവർകം ചെയ്ത് അതിനെ സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന ഒരു ലീഡർ, അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണ് ഒരു ലീഡർ. ഈസ് ഓൾവേസ് കീപ്പിംഗ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് എംപ്ലോയീസ് ഓഫ് ഹിസ് ടീം. ഓരോ എംപ്ലോയിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് അറിയാം, അതേപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയാം, അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒരു പരിധി വരെ അദ്ദേഹത്തിന് അറിയാം. അതേപോലെ തന്നെ അവർക്കൊരു സഹായങ്ങൾ വെനെവർ ദേ നീഡ് ഹെൽപ്പ്, ദ ലീഡർ ഈസ് ഓൾവേസ് വില്ലിങ് ടു ഹെൽപ്പ് ഹിസ് ടീം അറ്റ് എനി ടൈം. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത്രയും ഫ്രണ്ട്ലി ആയി ഒരു ടീമിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ടീം മെമ്പേഴ്സിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു മൊറാൽ ഉണ്ടാവും, കൃത്യമായിട്ടൊരു റെസ്പെക്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ അദ്ദേഹത്തുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഈ കമ്മിറ്റ്മെൻറ്റ് കൃത്യമായിട്ട് അവരുടെ വർക്ക് പെർഫോമൻസിൻ്റെ ബേസിൽ വരുന്ന സമയത്ത് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ റിസൾട്ടാണ്. വൈൽ നമ്മൾ ആസ് എ മാനേജർ ആസ് എ ബോസ് നമ്മൾ കമാൻഡ് ചെയ്യുന്നു, യു ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് ബിസിനസ്, ഐ വാണ്ട് ബിസിനസ് ദിസ് ടുഡേ,
അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ബിസിനസ് കിട്ടിയേ തീരൂ, നീ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, എനിക്കിന്ന് ബിസിനസ് കിട്ടിയേ തീരൂ എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുമ്പോൾ അവിടെ ഒരു ഫ്രസ്ട്രേഷൻ വളർന്നുകൊണ്ടേയിരിക്കുക, എംപ്ലോയിയുടെ മനസ്സിൽ ഒരു ഫ്രസ്ട്രേഷൻ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഒരു റിവെഞ്ച് ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാനേജറുമായിട്ട് ഒരു ബോസിനോട് ഒരു ഫ്രസ്ട്രേഷൻ, ഒരു റിവെഞ്ച്, ഇതെല്ലാമാണ് ഒരു എംപ്ലോയിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് ഹീസ് ഹെൽപ്ലെസ്, ഹി ഹാസ് ടു ഡു ഹിസ് ഡ്യൂട്ടി. പക്ഷേ ആ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടിയിട്ടാണ് ഈ ഒരു എംപ്ലോയി ഡ്യൂട്ടി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ഹി മെ നോട്ട് അച്ചീവ് ദ സെറ്റ് ടാർഗറ്റ് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. നമ്മളൊരു നെഗറ്റീവ് മൈൻഡുമായിട്ട് നമ്മൾ എപ്പോഴൊക്കെ വർക്ക് ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഒരു കംപ്ലീഷൻ, അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയില്ല. വൈൽ എ ടീം മാനേജർ ഇൻസ്പയർ ഹിം, ഹി മോട്ടിവേറ്റ് ഹിം. അതേപോലെ തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുക, എടാ നിനക്കത് ചെയ്യാൻ കഴിയും, യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, നിനക്കതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്, നിനക്കതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, നിനക്കതിനുള്ള വില്ലിങ്നെസ് ഉണ്ട്, നീ ഡെഡിക്കേറ്റഡ് ആണ്, നീ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഡു എന്നുള്ള ആ ഒരു ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ് വെൽ എന്നുള്ള ആ ഒരു വാക്ക് മാത്രം മതി ഒരു നെഗറ്റീവ് മൈൻഡിനെ കൺവേർട്ട് ചെയ്തിട്ട് പോസിറ്റീവ് മൈൻഡ് ആക്കാൻ. ഒരു പോസിറ്റീവ് മൈൻഡിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് വെച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് സ്വാഭാവികമായിട്ടും അതൊരു പോസിറ്റീവ് ആയിരിക്കും. സോ ഹി ക്യാൻ അച്ചീവ് ദ ടാർഗറ്റ്, വാട്ട് എവർ അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള എന്താണോ ഡ്യൂട്ടി അത് അച്ചീവ് ചെയ്യാൻ കഴിയും. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടും വി ക്യാൻ സേ ദാറ്റ് ലീഡർഷിപ്പ് കോൺസെപ്റ്റ് ഈസ് മോർ ബെറ്റർ ദാൻ ബോസ് കോൺസെപ്റ്റ്, അല്ലേ? കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് ലീഡർഷിപ്പ് കോൺസെപ്റ്റ് ഈസ് മോർ ബെറ്റർ ദാൻ ബോസ് കോൺസെപ്റ്റ്. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ, ചില ഈഗോ കാരണം, അതല്ലെങ്കിൽ ഞാൻ കുറേം കൂടി ഒരു സുപ്പീരിയർ ആണെന്നുള്ള ചിന്ത കാരണം പല ആളുകൾക്കും, പല മാനേജർക്കും ബോസ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യാനേ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ ഭാഗമായിട്ട് പല കമ്പനികളിലും അട്രീഷൻ റേറ്റ്, അല്ലെങ്കിൽ തൊഴിലാളികൾ മറ്റു കമ്പനികളിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് ഒരുപാടായിട്ട് കാണപ്പെടുന്നുണ്ട്. HR മാനേജർ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെഡേക്കാണ് അട്രീഷൻ റേറ്റ്. അട്രീഷൻ ഹാപ്പൻഡ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഈഗോയിസ്റ്റുകളായിട്ടുള്ള ബോസുകൾ കാരണമാണ് ഒരു പരിധിവരെ അട്രീഷൻ റേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, സോ വെൻ ഐ വാസ് എ മാനേജർ ഓർ വെൻ ഐ വാസ് എ ടീം ലീഡർ, അല്ലെങ്കിൽ ഞാനൊരു സ്ഥാപനത്തിൻ്റെ റീജിയണൽ സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് I adopted the leadership concept. I was very friendly to my team. I was personally talking them. ആ സമയത്ത് എന്നെ കൃത്യമായിട്ട് ഉപദേശിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. യു ജസ്റ്റ് ഡോണ്ട് ടാക്ക് ഡയറക്ട്ലി ടു യുവർ ടീം. കൃത്യമായിട്ട് മീറ്റിങ്ങുകളിൽ മാത്രം അവരുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. ബട്ട് ഐ മെയിൻറ്റെയിൻഡ് എ ഗുഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് മൈ ടീം, ആൻഡ് സ്റ്റിൽ അവർ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ട്. അവർ കാണുന്ന സമയത്ത് ഐ എം ഗെറ്റിംഗ് ദാറ്റ് റെസ്പെക്റ്റ്. അതേപോലെ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കിട്ടുന്നുണ്ട്, ആ റെസ്പെക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. സോ ഐ ആം വിത്ത് ലീഡർഷിപ്പ് കോൺസെപ്റ്റ് പേഴ്സണലി. ഓക്കെ, നമ്മൾ ഇനിയിപ്പം ബോസിൻ്റെയും ലീഡേഴ്സിൻ്റെയും ഒരു മെൻറ്റാലിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, എ ബോസ് വേഴ്സസ് ലീഡർഷിപ്പ് നമ്മൾ 2 കോളങ്ങളായി ചെയ്യുക. ബോസ് വേഴ്സസ് ലീഡർഷിപ്പ്. ബോസിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്? ഒരു നോളജിൻ്റെ കാര്യമാണെങ്കിൽ, ഒരു പുതിയ ടു ഗെറ്റ് ഓർ അക്വയർ ന്യൂ നോളജ് ആണെങ്കിൽ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ, എ ബോസ് തിങ്ക് ഐ നോ ഇറ്റ് ഓൾ, എനിക്ക് എല്ലാം അറിയാം എന്നുള്ള ഒരു ചിന്തയാണ് ഒരു ബോസിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എ ലീഡർ തിങ്ക് ഐ ഓൾവേസ് വില്ലിംഗ് ടു ലേൺ, ഹി ഈസ് ഓൾവേസ് വില്ലിംഗ് ടു ലേൺ ന്യൂ തിങ്. പുതിയ കാര്യങ്ങൾ, പുതിയ അറിവുകൾ നേടാൻ ഒരു ലീഡർ ഏത് സമയത്തും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. Okay, second one, a boss talks more than they listen. ബോസ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അതേ സമയത്ത് മറു സൈഡിലുള്ള അദ്ദേഹത്തിൻ്റെ ടീം മെമ്പർ എന്താണ് അയാൾക്ക് പറയാനുള്ള കാര്യം എന്നുള്ള കാര്യത്തിൽ അത് കേൾക്കുന്നതിൽ, അത് ലിസൺ ചെയ്യുന്നതിൽ ഹീസ് നോട്ട് റെഡി ഓർ ഹീസ് നോട്ട് വില്ലിങ്. ഓർ എ ബോസ് ടോക്സ് മോർ ദാൻ ദേ ലിസൺ. കൂടുതൽ സംസാരം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർ പറയുന്നത്, നമ്മുടെ ടീം മെമ്പേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ സബോർഡിനേറ്റ് പറയുന്നത് കേൾക്കാൻ ഹി ഈസ് നോട്ട് വില്ലിങ്. അറ്റ് ദ സെയിം ടൈം എ ലീഡർ ലിസൺ മോർ ദാൻ ദേ ടോക്ക്.
കൃത്യമായിട്ട് ഒരു ലീഡർ ഒരു അയാളുടെ ടീം മെമ്പേഴ്സിന് പറയാനുള്ള കാര്യങ്ങൾ ലിസൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇൻ പേഷ്യൻസ്, വളരെ ക്ഷമാപൂർവം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കേട്ട് കഴിഞ്ഞിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയത്ത് നെക്സ്റ്റ്, ബോസ് ഗീവ് ആൻസേഴ്സ്. ഒരു ബോസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉത്തരങ്ങൾ, മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് എ ലീഡർ സീക്ക് സൊല്യൂഷൻ. ഒരു ലീഡർ ഓർ ഹി പ്രൊവൈഡ് സൊല്യൂഷൻ. ഒരു ലീഡർ അതിന് വേണ്ട എംപ്ലോയീസിൻ്റെ കൺസേൺസ് കേട്ടറിഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നെക്സ്റ്റ്, എ ബോസിൻ്റെ ഒരു കോൺസെപ്റ്റ്, ബോസ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബോസിൻ്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് ടു ക്രിട്ടിസൈസ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിനെ വിമർശിക്കുക എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം എ ലീഡർ എൻകറേജ് ഹിസ് എംപ്ലോയീസ്. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എ ബോസ് പോയിന്റ് ഔട്ട് വീക്ക്നെസ് ഓഫ് ഈച്ച് എംപ്ലോയി. ഒരു ബോസ് സാധാരണയായിട്ട് ഒരു എംപ്ലോയിയുടെ വീക്ക്നെസ് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. യു കനോട്ട്, യു ആർ ഇഡിയറ്റ്, കഴിഞ്ഞ മാസം നിനക്ക് യു കുഡിൻറ്റ് അച്ചീവ് യുവർ ടാർഗറ്റ് ലാസ്റ്റ് മന്ത് ആൻഡ് ലാസ്റ്റ് 2 months ആൻഡ് ഐ ഡോണ്ട് എക്സ്പെക്ട് ദിസ് മന്ത് ടു. ആ രീതിയിലേക്കായിരിക്കും. നിന്നെക്കൊണ്ട് കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് നിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഈ മാസം ഞാനത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു പിന്നെ എംപ്ലോയിയുടെ മൊറാൽ തകർക്കുന്ന രീതിയിലായിരിക്കും, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് തകർക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും ബോസ് സാധാരണയായിട്ട്. അതേസമയത്ത് കൃത്യമായിട്ട് ഒരു ലീഡർ റെക്കഗ്നൈസ് നാച്ചുറൽ ഗിഫ്റ്റ്സ് എന്നുള്ളതാണ്. ദെൻ എ ബോസ് ഡയറക്ട്സ്. ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡയറക്ഷനാണ്. അറ്റ് സെയിം ടൈം എ ലീഡർ കോച്ചസ് ഹിസ് ടീം ഓർ ഹി ട്രെയിൻ ഹിസ് ടീം. ബോസ് ഡയറക്ഷൻ കൊടുക്കുക, എന്തെങ്കിലും ഇത് ചെയ്യുന്നുള്ള രീതിയിൽ ഡയറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലീഡർ അവരെ കോച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താലേ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ള രീതിയിലേക്ക്. എ ബോസ് ഡിഫെൻഡ്സ് ദെയർ ഈഗോ. ഓക്കെ, അതേസമയത്ത് കൃത്യമായിട്ട് ഈഗോ ഇല്ലാതെ തന്നെ അവരുമായിട്ട് മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ മാത്രമേ ഒരു ടീം ലീഡർ ഹി ഓൾവേസ് ഫോക്കസ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻ വിത്ത് team members. He tried to understand the issues or the concerns or the problem faced by each employees and trying to get a solution for it in a friendly manner. Okay, and next we're in a manager focus on themselves. മാനേജർമാർ അവരിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എ ടീം ലീഡർ ഫോക്കസ് ഓൺ ദ ടീം. സാധാരണ ഒരു മാനേജർ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ അവരുടെ കരിയർ അച്ചീവ്മെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ടീം ലീഡർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അയാളുടെ എൻ്റയർ ടീമിൻ്റെ പെർഫോമൻസ് ആണ്. അല്ലെങ്കിൽ എൻ്റയർ ടീമിൻ്റെ ആ ഒരു പെർഫോമൻസിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എൻ്റയർ ക്രെഡിറ്റും കിട്ടുന്നത് ഗോസ് ടു ദ ടീം ലീഡർ. ഓക്കെ, and of course boss blame on others. സാധാരണ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ if any mistake happen from a boss side, he is always try to blame on others. ആ ഒരു തെറ്റിന് മറ്റുള്ളവരിൽ കെട്ടിവെക്കാനാണ് സാധാരണയായിട്ട് ഒരു ബോസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. at the same time if anything happen wrongly, a leader usually take the responsibility. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് he don't blame the team, entire team, he take the responsibility. I am responsible for that. if my team അല്ലെങ്കിൽ എൻ്റെ ടീം കാരണം ഞാൻ അഭിനന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ ടീമിൻ്റെ അടുത്ത് നിന്ന് വന്ന ഒരു പിഴവ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ആൻഡ് അറ്റ് ലാസ്റ്റ്ലി എ ബോസ് ഡിമാൻഡ് റിസൾട്ട്സ്. ഒരു ബോസ് പറയുന്നത് ഗോ ആൻഡ് ഗെറ്റ് ബിസിനസ് ഓർ ഗോ ആൻഡ് ഗെറ്റ് ദ തിങ്സ് ഹാപ്പൻ. അങ്ങനെയുള്ള രീതിയിൽ ഓർഡർ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലീഡർ ഇൻസ്പയർ പെർഫോമൻസ്.
ഒരു ലീഡർ വന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ടാടാ നീ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇനി വീണ്ടും കൂടുതൽ നിനക്ക് വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലേക്ക് ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബോസ് സിസ്റ്റം ആൻഡ് അല്ലെങ്കിൽ എ ബോസ് കോൺസെപ്റ്റ് ആൻഡ് എ ലീഡർഷിപ്പ് കോൺസെപ്റ്റ്. ഓക്കെ, ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി നയിക്കുന്നു. സാധാരണ ഇഫ് യു ആർ എ മാനേജർ, ട്രൈ ടു ഫോളോ ദ കൺസെപ്റ്റ് ഓഫ് എ ലീഡർ, ബിക്കോസ് ആ ഒരു ലീഡർഷിപ്പ് കോൺസെപ്റ്റ് നിങ്ങളെ കൂടുതൽ ആസ് എ മാനേജർ നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൻ്റെ ഫുൾ സപ്പോർട്ട് അവരുടെ ഇടയിൽ യു വിൽ ഗെറ്റ് എ ഗുഡ് റെസ്പെക്റ്റ് എമംഗ് യുവർ ടീം ആൻഡ് യു വിൽ ബി ദെയർ എന്താ പറയുക, അവരുടെ ഒരു they are started to follow you as a manager. They are starting to follow you, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ യു വിൽ ഗെറ്റ് ദ റെസ്പെക്ട്, അറ്റ്മോസ്റ്റ് റെസ്പെക്ട് ഫ്രം യുവർ ടീം. അതേപോലെ തന്നെ യു വിൽ ഗെറ്റ് ബെസ്റ്റ് പോസിബിൾ റിസൾട്ട് ഇൻ യുവർ കരിയർ. സോ ഇതേപോലുള്ള എല്ലാ ബെനിഫിറ്റുകളും ഒരു ടീം ലീഡർക്ക് ഒരു ബോസിനെ അപേക്ഷിച്ച് കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. സോ ബി എ ഗുഡ് ടീം ലീഡർ ദാൻ എ ബോസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു പ്ലീസ് നിങ്ങളൊരു കമൻറ്റുകളിൽ അത് അല്ലെങ്കിൽ യുവർ ഒപ്പീനിയൻ, യുവർ സജഷൻ, ക്രിട്ടിസൈസ് എന്തോ ആവട്ടെ, നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഐ ആം ഷുവർ it will help me to improve. Okay, so thank you for watching this video. Have a nice day.